ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കല്ലുമ്മക്കായ നിറച്ചാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായനെ വൃത്തിയാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ തോടിലുള്ള അഴുക്കുകളെല്ലാം ഒരു കത്തി വെച്ചിട്ട് ചിരണ്ടി മാറ്റിയിട്ട് നല്ല വൃത്തിയാക്കി വെക്കണം. ഇതിനെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വേറൊരു വെള്ളത്തിലിട്ട് നന്നായി കഴുകി അതിനെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അത് കീറിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ എല്ലാ കല്ലുമ്മക്കായും നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കീറിയെടുത്ത് വെക്കാം. അതിൻ്റെ ഉള്ളിലെ ചിപ്പിയൊക്കെ പറിച്ച് കളയണം കേട്ടോ, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അത് നമുക്കൊരു ഇത് തോന്നില്ല. അപ്പം അങ്ങനെ എല്ലാം നമ്മളങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വൃത്തിയാക്കി വെച്ച ഇതിലേക്ക് പറയാൻ മറന്നു. അപ്പോൾ നമുക്ക് ഈ കല്ലുമ്മക്കായിൽ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുഴുക്കലരി രാവിലെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇപ്പോൾ എടുത്ത് നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അതിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പിന്നെ വെള്ളമൊന്നുമില്ലാതെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ ഒരു തേങ്ങ മൊത്തത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി മിക്സിയിൽ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചത്, തേങ്ങയും ചതക്കുക, അതിൻ്റെ കൂടെ പെരുംജീരകവും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ അരച്ച് വെച്ച ഈ അരിമാവിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ഉള്ളിയാണ് കേട്ടോ, നേരത്തെ പറഞ്ഞ ഉള്ളിയും തേങ്ങയൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ആ മാവിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് എന്താ പറയുക, അതിൽ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കല്ലുമ്മക്കായ പൊളന്ന് വെച്ച ആ കല്ലുമ്മക്കായയിലെ കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ കല്ലുമ്മക്കായൻ്റെ ഒരു രുചിയും കൂടി ഇതിന് കിട്ടും. അപ്പോൾ ഇതൊക്കെ ചേർന്ന് നമുക്ക് കല്ലുമ്മക്കായയിൽ ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കാം. കല്ലുമ്മക്കായൻ്റെ അകത്ത് ഒരു നല്ല ഷേപ്പാക്കിയിട്ട് എല്ലാം കൂടി നിറച്ചിട്ട് നമ്മൾ ആവിച്ചെമ്പിൽ വെച്ച് കൊടുക്കുക. ആവിച്ചെമ്പിൽ എല്ലാം കൂടി, അപ്പോൾ എല്ലാ മാവും എല്ലാ കല്ലുമ്മക്കായയിലും നിറച്ചിട്ട് നമുക്ക് അറിയുന്ന പോലെ കൂടുതൽ അരി ചേർക്കുന്നവർക്ക് കൂടുതൽ അരി മാവ് ചേർത്തിട്ട് ഇങ്ങനെ നിറച്ച് നമുക്ക് ആവിച്ചെമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ കല്ലുമ്മക്കായും റെഡിയായി ആവിച്ചെമ്പിലേക്ക് വെക്കുകയാണ്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ഏതായാലും ഞാൻ ആക്കി വെക്കുന്നേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കുറേ കാലമായി കല്ലുമ്മക്കായ ഒന്നും ആക്കാത്ത, അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ആക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം കൂടി ഇതാ ആവിച്ചെമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ വേവിക്കണം. ആ വേവിക്കുന്ന സമയത്തിന് നമുക്ക് മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് അത് കലക്കാനുള്ള ഒരു മാവും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ആ മാവിൽ മുക്കിയിട്ട് കല്ലുമ്മക്കായ തോട് കളഞ്ഞ ശേഷം പൊരിച്ചെടുത്തിട്ടുണ്ട്. ബൈ ബൈ.